ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ലാസ് 2 അറബിക്കിലെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെയിം ദ കളേഴ്സ്. ആദ്യമായി കളേഴ്സിൻ്റെ പേര് എഴുതാം. അറബിയിലുള്ള പേരാണ് എഴുതേണ്ടത്. ഞാൻ ഏതൊക്കെ കളേഴ്സിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് മനസ്സിലാക്കി നിങ്ങൾ വേഗം എഴുതണം. അപ്പോൾ ആദ്യം ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അസ്റാക്ക് ബ്ലൂ ആണ്, അസ്ഫർ യെല്ലോ, അഹ്മർ റെഡ്, അഹ്ലർ ഗ്രീന്, അസ്വദ് ബ്ലാക്ക്, ലാസ്റ്റ് വൈറ്റ് അബിയാൽ. ഞാനിതിലൊന്നും വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. സഹ്ഫറാനിയുൻ ആണ് നമ്മളിപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ പുതിയതായിട്ട് പഠിക്കുന്ന ഓറഞ്ച് കളറാണ്. അടുത്തത് നെയിം ദ ഫോളോയിങ് തിങ്സ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് പഠിക്കുന്നുണ്ട്. ആദ്യം കലം, പിന്നെ പെൻസിലാണെങ്കിൽ കലമും റസ്വാസിനാണ്. നെക്സ്റ്റ് ബ്രഷാണ്. ബ്രഷിന് എന്താ പറയുക? റീഷത്തുൻ. സ്കെയിലാണെങ്കിൽ മിസ്തൊറാത്തുൻ. അപ്പോൾ നന്നായി പഠിച്ചിട്ട് വേണം എഴുതാൻ. അടുത്തത് കത്രിക മികസുനാണ്. അതിന് ഇറേസർ വന്നിട്ടുണ്ട്. ഇറേസറിന് എന്താ പറയുക? മിംഹാത്തുൻ. അപ്പോൾ ഇറേസറിൻ്റെ ചിത്രം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇറേസർ എന്ന് എഴുതി. മിംഹാത്തുൻ. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് പേപ്പർ. കളർ പേപ്പർ നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് പറയുക? വർക്കത്തുൻ. അപ്പോൾ വർക്കത്തുൻ എഴുതണം. അപ്പോൾ വർക്കത്തുൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഗ്ലൂ ആണ്. ഗ്ലൂ എന്ന് വെച്ചാൽ എന്താണ്? പശയാണ്. അതിന് ചിത്രം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ഗ്ലൂ എന്ന് എഴുതിയതാണ്. അപ്പോൾ ഗ്ലൂവിന് എന്താ പറയുക? ഗിറാഹുൻ ആണ്. അപ്പോൾ അത് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കൂടെ കളേഴ്സിൻ്റെ നെയിംസും കൂടി ചേർത്ത് പഠിച്ചു കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുമാണ്. അടുത്തതായി കളേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറഞ്ച് കളർ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലയെന്ന്. അപ്പോൾ നമുക്ക് ഓറഞ്ച് കളറിന് എന്താ പറയുക? സഫറാനിയുൻ ആണ്. അപ്പോൾ അതെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് ഞാൻ ഒരു ദേശീയ പതാകയിലുള്ള കളേഴ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഭാഗത്തു നിന്ന് എടുത്തതാണ്. അപ്പോൾ കളേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് എന്തായാലും നിങ്ങൾക്കൊരു പിക്ചർ തന്ന് കളർ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുക, ഏതൊക്കെ കളേഴ്സ് നെയിമാണ് പഠിക്കുക എന്നുള്ളത് ഓർമ്മിപ്പിച്ചതാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ഗാന്ധിജിയെ പറ്റിയിട്ടാണ് കൊടുത്തത്. ഗാന്ധിജിയുടെ പേര് മഹാത്മാ ഗാന്ധി. പിന്നെ ഫാദർ നെയിം കൊടുത്തിട്ടുണ്ട് കരംചന്ദ് ഗാന്ധി. അപ്പോൾ അറബിയിൽ കുറേ അക്ഷരങ്ങളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ നമ്മൾ അറബിയിൽ ഇങ്ങനെയാണ് എഴുതുക. അത് നന്നായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കുക. മദേഴ്സ് നെയിം ബുത്ലി ബായ്. പിന്നെ എന്നാണ് ജനിച്ചത് ചോദിക്കുന്നുണ്ട് അല്ലേ? ഒക്ടോബർ 2 അപ്പോൾ 2 ഒക്ടോബർ എന്നാണ് എഴുതിയത്. അടുത്തത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ട് എഴുതാനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും നമുക്ക് അറബിയിൽ എഴുതാൻ പറ്റില്ല. ഉദാഹരണത്തിന് അറബിയിൽ പ എന്ന അക്ഷരം ഇല്ല, അപ്പോൾ ബായേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ജവഹർലാൽ നെഹ്റു അതേപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫാദേഴ്സ് നെയിം മോത്തിലാൽ നെഹ്റു എന്നാണ് എഴുതിയത്. നെക്സ്റ്റ് സ്വരൂപ് റാണി മദേഴ്സ് നെയിമാണ്. പിന്നെ യമുൽ മിലാദ് ജനനം എന്താണ്? 14 നവംബർ എന്നാണ് എഴുതിയത് അല്ലേ? നവംബർ 14. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, പിന്നെ നമ്മൾ ജനിച്ച ഡേറ്റുമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മളത് എങ്ങനെ നമുക്ക് എഴുതാം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. അതിലെങ്ങനെ എഴുതണം? പേര് എഴുതി കൊടുക്കുക. പ്രിൻസ്മുൽ വാലി നമ്മളെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എഴുതാം. നെക്സ്റ്റ് യാമുൽ മിലാദ് നമ്മൾ ജനിച്ച തീയതി എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊരു യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് കീപ് വാച്ചിങ്.